ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സർക്കിൾ, അതായത് യു ടേൺ പോലെ കറങ്ങേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വന്ന് നമുക്ക് യു ടേൺ താഴെ കൂടാണ് പോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ മിററിൽ നോക്കി നമ്മൾ ഈ ഒരു സൈഡ് ചേരുക, ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട്. കാരണം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ചേരുന്ന സമയത്ത് ബാക്കിൽ നിന്നൊക്കെ വണ്ടി ഈ സൈഡിൽ കൂടെ വരാം. അതിന് ചെയ്തതിനു ശേഷം സെക്കൻഡ് ഗിയർ ആക്കണം. കാരണം സെക്കൻഡ് ഗിയറിൽ മാത്രമേ നമുക്ക് നിൽക്കാത്ത ഒരു രീതിയിലും പതിയെ നമുക്ക് സ്ലോയിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം നിന്നിട്ടുള്ളൊരു വണ്ടിക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാനും പറ്റും. അല്ല, നിങ്ങൾ വരുന്ന ഒരു ഗിയർ തന്നെ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അതേപോലെ തന്നെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് ചേരുന്നതിന് മുമ്പ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലോട്ട് ചേരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലെ മിറയെ നോക്കിയിട്ട് വേണം ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കാൻ. അല്ലാതെ വരുന്ന വരവിന് തന്നെ എടുത്ത് നമ്മൾ തിരിച്ചു ചെയ്യരുത്, സൈഡിലേക്ക് നമ്മൾ വണ്ടിയെ മാറ്റരുത്. കാരണം ആ വരവിനനുസരിച്ച് അങ്ങേ സൈഡ് ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഗ്യാപ്പ് ഉള്ളിടത്തൂടെ വണ്ടികൾ കയറി വരും. അപ്പം എന്ത് ചെയ്യും, വണ്ടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മിററിൽ നോക്കി വണ്ടിയില്ലെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, നമ്മൾ പിടിക്കുക. ഉദാഹരണത്തിന് എനിക്കിപ്പോ റൈറ്റ് സൈഡ് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലാണ്, ഞാൻ മിററിൽ നോക്കി കാരണം എനിക്ക് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് ആ സൈഡിലോട്ട് ചേരാൻ കഴിയത്തുള്ളൂ. അല്ല, നമ്മൾ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുവോ അല്ലെങ്കിൽ മിററിൽ നോക്കാതെ എടുക്കുവോ ഒന്നും എന്ത് ചെയ്യരുത്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇങ്ങനെ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ